ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മിഡ് 20s ആൾക്കാർ സ്കിൻ കെയർ റുട്ടീൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ കെയർ റുട്ടീൻ ബേസിക് ആയിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. 100 സിറംസ് ഒന്നുമില്ല, ഞാൻ അതിനകത്ത് ബേസിക് ആയിട്ട് 3-4 കാര്യങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ്, അതായത് നമ്മൾ എപ്പോഴും ക്ലീൻ സ്ഥലത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫേസ് വാഷ്, അതായത് നമ്മുടെ ക്ലീൻ സ്കിന്നിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ആദ്യമേ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു ഫേസ് വാഷാണ്. ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കാം? ആദ്യമേ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൻ ടൈപ്പ് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഡെഫിനറ്റ്ലി അത് വേണം, പക്ഷെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ഒരുപാട് എണ്ണമയം, നിങ്ങൾക്ക് ഒന്നും ഇടാതെ വെറുതെ വീട്ടിലിരിക്കും, നിങ്ങൾക്ക് ഫേസിൽ ഒരുപാട് എണ്ണമയം തോന്നുന്നു എങ്കിൽ നിങ്ങളൊരു ഓയിലി ഫേസ്, അതല്ലെങ്കിൽ ഓയിലി കോമ്പിനേഷൻ ഫേസ് ഒക്കെ ആയിരിക്കും. അതല്ല, നിങ്ങളിപ്പോ വെറുതെ വെറുതെ വെള്ളമൊക്കെ കൊണ്ട് മുഖം കഴുകിയിട്ടില്ലെങ്കിൽ രാവിലെ ഉറക്കമൊക്കെ എണീച്ച് കഴിയുമ്പോഴത്തേക്ക് ബേസിക്കലി നിങ്ങൾ തലേന്നൊന്നും വെറുതെ ഇട്ടിട്ടില്ല. കാരണം നിങ്ങളിപ്പോ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഒന്നും മുഖത്തങ്ങനെ ഇടാത്ത ആൾക്കാരായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് സ്കിന്നിന് വലിയതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ചില സ്ഥലത്ത് ചില ക്രാക്സ് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആവാനോ അല്ലെങ്കിൽ ഡ്രൈ കോമ്പിനേഷൻ സ്കിൻ ആവാനോ ആണ് ചാൻസ്. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേത് നോർമൽ സ്കിൻ ആവാനാണ് ചാൻസ്. അപ്പൊ ഇതൊരു ബേസിക് കാര്യമാണെന്ന് മനസ്സിലാക്കി, ഈ ബേസിക് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് സെലക്ട് ചെയ്യാലോ. ഒരു വേറെ കോംപ്ലിക്കേഷനിലോട്ടൊന്നും പോകണല്ലോ. ഈ ഒരു ബേസിക് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അതായത് ഒരു ജെന്റിൽ ക്ലെൻസർ അല്ലെങ്കിൽ ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഇത് എങ്ങനെ മനസ്സിലാക്കാൻ ജെന്റിൽ ആണോ എന്ന് വെച്ചാൽ ബേസിക്കലി അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ഒന്ന്. പിന്നെ ഈ ജെന്റിൽ നിന്ന് എല്ലാം ജെന്റിൽ ആവണം എന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിലോട്ട് നോക്കണം. ഇപ്പൊ ഒരുവിധം എല്ലാ ഫേസ് വാഷുകളുടെ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് ആണ്. അതിനകത്ത് എവിടെയെങ്കിലും ആൽക്കഹോളെന്നോ അതല്ല സാലിസിലിക് ആസിഡെന്നോ അതല്ലെങ്കിൽ വിച്ചേസലെന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇതെല്ലാം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കുന്ന സാധനങ്ങളാണ്. അതല്ലെങ്കിൽ ടീ ട്രീ എന്ന് കണ്ടാൽ അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് സ്കിന്ന് ഡ്രൈ ആക്കുന്ന സാധനമാണ്. ഇതല്ലാത്ത ഫേസ് വാഷുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻസ് എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യാലോ. അതല്ല, നിങ്ങളൊരു ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് സെലക്ട് ചെയ്യാം. എന്തുകൊണ്ട് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, സാലിസിലിക് ആസിഡ് നമ്മുടെ ഫേസിന്റെ ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓയിൽനെസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഇട്ട് ഫേസ് വാഷ് കഴുകിയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓയിൽനെസ് ഫീൽ ആവത്തില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, സാലിസിലിക് ആസിഡ് നമ്മുടെ ഫേസ് സ്കിന്നിൽ ഒരുപാട് പോസ് ഉണ്ട്. ഈ പോസിലോട്ട് ഇറങ്ങി ചെല്ലാനുള്ള കഴിവുണ്ട്. അത് കാരണം ഇത് സെബേഷ്യസ് ഗ്ലാൻഡിൽ ചെല്ലും. ഈ സെബേഷ്യസ് ഗ്ലാൻഡിൽ സാലിസിലിക് ആസിഡ് ചെല്ലുമ്പോൾ ബേസിക്കലി സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ ഇത് കുറയ്ക്കും. ഇത് കുറയ്ക്കുന്നത് കാരണം എന്താവും എന്ന് വെച്ചാൽ, സെബേഷ്യസ് ഗ്ലാൻഡ് കുറച്ച് ഓയിലേ പ്രൊഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല, പ്രത്യേകിച്ചും ഓയിലി സ്കിൻകാർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കാണാൻ ചാൻസ് ഉണ്ട്. അത് പോവാനായിട്ടും ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിൻകാർക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരും, എനിക്കറിയാം. നമുക്ക് അതിനെ പറ്റി നമുക്ക് ഇനി ബാക്കി പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഞാൻ ഫേസ് വാഷിനെ പറ്റി മാത്രമല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് ഓയിലിക്കാരുടെ ഫേസ് വാഷിനെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് നിങ്ങളുടെ വൈറ്റ് ഹെഡ്സിനെ പറ്റി സംസാരിക്കാം. എനിവേസ്, അപ്പൊ അതുണ്ടെങ്കിൽ അങ്ങനെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ ഇതൊന്ന് കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും. ട്രസ്റ്റ് മീ, കാരണം എൻ്റെ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടും ബേസിക്കലി സ്കിൻ കെയർ ഒന്ന് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ചെയ്യാത്ത സമയത്തും ഏറ്റവും നന്നായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്ത് സാലിസിലിക് ആസിഡ്. കാരണം നിങ്ങൾക്ക് ആ ഡിഫറൻസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2-3 വീക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസ് വാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. പക്ഷെ ശ്രദ്ധിക്കുക, രാവിലെയും വൈകിട്ടും ഡെയിലി യൂസ് ചെയ്യണം അങ്ങനെ ഞാൻ പറയത്തില്ല. നിങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ മോർണിംഗിൽ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നില്ല, നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്താൽ മതി. കാര്യം എന്ത് ഞാൻ ഇത് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇത് കാണുന്ന എല്ലാവരും ഇതുവരെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇത്രയും വലിയൊരു ആക്റ്റീവ് നിങ്ങളുടെ സ്കിന്നിലോട്ട് ഇടുമ്പോഴത്തേക്ക് സ്കിൻ വിചാരിക്കും ഇതെന്താ ഇത്രയും വലിയ സാധനം പുതിയത് വരുന്നത്. സ്കിൻ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്കിൻ ബ്രേക്ക്ഔട്ട്സ് വരാൻ ചാൻസ് കൂടുതലാണ് ഓവറായിട്ട് യൂസ് ചെയ്തത്. നമ്മൾ അതിന്റെ ആവശ്യത്തിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വരത്തില്ല. അതായത് നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ ചെയ്തത് നമ്മുടെ ശരീരം നോക്കാതെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഡെഫിനറ്റ്ലി റിവേഴ്സ് ആകത്തില്ലേ? എക്സാക്ട്ലി സെയിം തന്നെയാണ്. അത് റിസൾട്ടിന് വേണ്ടി നമ്മൾ ഓവർ അഡു ചെയ്തിട്ട് കാര്യമില്ല. അത് സാധാരണ പോലെ ചെയ്താൽ മതി. അപ്പം ഈവൻ ദോ പാക്കിൽ ട്വേസ് ഡേ പറയുകയാണെങ്കിൽ നിങ്ങൾ ബിഗിനർ ഒക്കെ ആണ്, നിങ്ങൾ ഇതൊരു ആക്റ്റീവ്സ് ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് മാത്രം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ.
ഇനി കോമ്പിനേഷൻ സ്കിൻ കെയർ ആണെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാം. എവിടെയാണോ നിങ്ങൾക്ക് ഓയിൽനെസ് കൂടുതൽ തോന്നുന്നത് അവിടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഈ ലാദർ, അതായത് നമ്മൾ കഴുകി കളയുമ്പോഴത്തേക്ക് ആ ലാദർ വരത്തില്ലേ, ഇപ്പൊ എങ്ങനെ പറഞ്ഞിരാന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ് വാഷ് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണോ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 2 മിനിറ്റ്സ് വെച്ചിട്ട് ഓയിലി സ്കിൻ കെയർ ആയാലും കോമ്പിനേഷൻ സ്കിൻ കെയർ ആയാലും നിങ്ങൾ ഫേസ് വാഷ് ഒരു 2 മിനിറ്റ്സ് വെക്കുക. ജെല്ലായി വെക്കണം ഞാൻ പറയത്തില്ല, ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞു. സോ ഓയിലി കോമ്പിനേഷൻ സ്കിൻ കെയർ നിങ്ങൾ 2 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളയുമ്പോൾ നമ്മൾ ആ പതയില്ലേ, ആ പത ബാക്കി സ്കിന്നിലോട്ട് കൊടുത്ത് മസാജ് ചെയ്ത് കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ സ്കിൻ കെയർക്കുള്ള ഫേസ് വാഷ്. അപ്പോൾ നോർമൽ സ്കിൻ കെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ജെല്ലി ഫേസ് വാഷ് യൂസ് ചെയ്യും. എന്തുകൊണ്ട് ജെല്ലി ഫേസ് വാഷ് ഡ്രൈ സ്കിൻകാർക്കും നോർമൽ സ്കിൻകാർക്കും നല്ലത് എന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്തില്ല. ജസ്റ്റ് നമ്മുടെ ഫേസിൽ ആ ഒരു അഴുക്കില്ലേ, ആ ഡേർട്ടിനെ മാത്രമേ വലിച്ചുള്ളൂ. ഇൻഫാക്ട് നിങ്ങളുടെ ഫേസിൽ മേക്കപ്പ് ഉണ്ടെങ്കിലും അതല്ല സൺസ്ക്രീൻ ഇട്ടാലും അതൊന്നും പ്രോപ്പറായിട്ട് ചിലപ്പോൾ ജെല്ലി ഫേസ് വാഷിൽ പോകാനും പോകുന്നില്ല. അപ്പോൾ പക്ഷെ അതല്ല നമ്മുടെ ഫേസിലുള്ള നോർമൽ ആയിട്ടുള്ള അഴുക്കുകളില്ലേ, നമ്മൾ സാധാരണ ഇരിക്കുമ്പോൾ അഴുക്ക്, അതൊക്കെ വാഷ് ചെയ്യാനായിട്ട് നമുക്ക് ജെന്റിൽ ഫേസ് വാഷ് മതി. മാത്രമല്ല സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ആവുകയും ചെയ്യും, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ പോകാനും പോകുന്നില്ല. ഫേസ് വാഷ് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെത് ഓയിലി സ്കിന്നാണ്, ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നിങ്ങളുടെ നോർമൽ സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. അപ്പൊ എന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. എത്ര തവണ യൂസ് ചെയ്യണം? ബേസിക്കലി എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്. 2 പ്രാവശ്യം മാത്രം മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് മോയ്സ്ചറൈസർ കണ്ടുപിടിക്കും? ബേസിക്കലി അങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്, ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് എൻ്റെ ഫേസ് ഡാർക്ക് ആവാൻ തുടങ്ങി, അതല്ലെങ്കിൽ ഞാൻ വിയർക്കാൻ തുടങ്ങി, ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് എൻ്റെ സ്കിൻ ഡ്രൈ ആയി. ഇതാണ് ബേസിക്കലി എല്ലാവരും കമന്റ് ബോക്സിൽ അത് പറയുന്ന പ്രശ്നങ്ങൾ. ഞാനിത് എടുത്ത് പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ റോങ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റോങ് റിസൾട്ട് കിട്ടുന്ന കാരണം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ അവിടെ നിർത്തും. അത് നിർത്താതിരിക്കാനും കൂടി വേണ്ടിയാണ് ഞാൻ ഇനിയും വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യണം. നമ്മൾ നേരത്തെ ഫേസ് വാഷ് പറഞ്ഞതുപോലെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഫേസ് മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യും പറഞ്ഞുതരാം. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഫേസിൽ ഒരു ഓയിലി സ്കിൻ ആണെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടുതലും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാൻ, അതല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്താണ് നോൺ കോമിഡോജനിക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പോസ് ഉണ്ട്. നമ്മുടെ പോസ് പ്രത്യേകിച്ചും ഓയിലി സ്കിൻകാർക്ക് കോമ്പിനേഷൻ സ്കിൻകാർക്ക് അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാർക്ക് എന്താ ഉണ്ടാവണേന്ന് വെച്ചാൽ നിങ്ങളുടെ പോസിനകത്ത് പെട്ടെന്ന് ക്ലോഗ് ആവും, സാധനങ്ങൾ വന്ന് അടയും. അത് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മോക്കുരു, അതിൽ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് എഴുതിയിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ആ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് പിമ്പിൾസ് വരുന്നത് കുറയും. അപ്പൊ നിങ്ങൾ ജെൽ ടൈപ്പ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കുക, ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും, നോൺ കോമിഡോജനിക് വാങ്ങിക്കാം. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ മാക്സിമം ഇപ്പൊ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മിനിമം അതിന്റെ ടെക്സ്ചർ എങ്കിലും നോക്കാം. അതായത് ഒരുപാട് ക്രീമി ടൈപ്പുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ തിക്ക് ആയിട്ടുള്ള ഹെവി ആയിട്ട് നമുക്ക് ഇടുമ്പോൾ നമുക്ക് ഒരു ഹെവിനെസ് ഇല്ലേ, അങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഇടുമ്പോൾ ഉണ്ടാവുന്ന എന്തെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ഫേസിൽ ഓയിൽനെസ് ഉണ്ട്, പിന്നെ നമ്മൾ കുറെ എക്സ്ട്രാ ഓയിലും കൂടെ കൊടുക്കുന്നു. അത് കാരണം എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് റിയാക്ട് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ ഫേസിൽ ഒരു ചൂടൊക്കെ വരും, അതാണ് നമ്മൾ വിയർക്കാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് ഓയിൽനെസ് കൂടുതലാണെങ്കിൽ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എണ്ണ തേച്ചിട്ട് നമ്മൾ ശരീരത്തിൽ എണ്ണ തേച്ചിട്ട് നിൽക്കുമ്പോൾ നമുക്ക് സ്കിൻ നാച്ചുറൽ ആയിട്ടൊന്ന് ഡാർക്ക് ആവത്തില്ലേ ആ ഓയിൽനെസ് കാരണം. അതുപോലെയാണ് നിങ്ങൾ ഓയിൽനെസ് കൂടുതലുള്ള പ്രൊഡക്ട്സ് ഓയിലി സ്കിൻകാർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ഡ്രൈ സ്കിൻകാരും ഓവർ ഓയിലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഡള്ളായിട്ട് തോന്നിക്കുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഫേസ് വാഷ് നമ്മൾ മോയ്സ്ചറൈസർ കഴുകി കളയുമ്പോൾ നമുക്ക് ആ ഡൾനെസ് തോന്നത്തില്ല. അത് ആ ടെക്സ്ചറിന്റെ കുഴപ്പമാണ്, മോയ്സ്ചറൈസറിന്റെ കുഴപ്പമാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിൽ ഇത് സൂട്ട് ആവാത്തതുകൊണ്ടാണ് എന്താ പറയുക ആ ഒരു ഓക്വേർഡ് ലുക്ക് നമ്മുടെ ഫേസിൽ വരുന്നത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യും. ഇനി എന്തുകൊണ്ട് ഓയിലി സ്കിൻകാർ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഓയിലി ആവുന്നത്? നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് ഓവറായിട്ട് വർക്ക് ചെയ്യും. അതായത് ഈവൻ നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള ഒരു ഹൈഡ്രേഷൻ നമ്മുടെ ഫേസ് നമുക്കറിയില്ല, നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിൽ ഹൈഡ്രേഷൻ ആണ് നമ്മുടെ സ്കിൻ നമ്മളെ ബോഡി തന്നുകൊണ്ടിരിക്കുന്നത്. ഹൈഡ്രേഷൻ ഉണ്ടെങ്കിലും
നമ്മുടെ സ്കിന്നിന് ഫീലിംഗ് ഇനഫ് ആയിട്ടുള്ള സാധനങ്ങളില്ല, ഇനഫ് ആയിട്ടുള്ള ഓയിൽ അതുകൊണ്ട് ഇത് ഓവർ ഡൂ ചെയ്യും. അത് കാരണം നമ്മുടെ ഫേസ് ഓയിൽനെസ് കൂടുന്നത്. ഈ ഓയിൽനെസ് കൂടുതൽ കാരണം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പോയി ഫേസ് വാഷ് ചെയ്യും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഓയിൽ കഴുകിക്കളയും. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും സെബേഷ്യസ് ഗ്ലാൻഡ് ഓയിൽ വേണം എന്നുള്ള സിഗ്നൽ ഇട്ട് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ സ്കിൻ ഹൈഡ്രേഷൻ അങ്ങോട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡിന് ഹൈഡ്രേഷൻ ഇല്ല എന്നുള്ള മെസ്സേജ് കിട്ടും ഇല്ലല്ലോ. അപ്പൊ അത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും ഇല്ല. അപ്പൊ നമ്മൾ ഹൈഡ്രേഷൻ കൊടുക്കുന്നത് കാരണം നമുക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ കറക്റ്റ് രീതിയിലുള്ള ഹൈഡ്രേഷൻ ആയിരിക്കണം. അതായത് മാക്സിമം നമ്മുടെ സ്കിൻ ഓയിൽ ആക്കാത്ത പ്രൊഡക്ട്സ് യൂസ് ചെയ്താൽ മതി. അതായത് ജെൽ ബേസ്ഡ് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് കിട്ടും. അടുത്തത് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മോയ്സ്ചറൈസർ വേണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും ഓയിൽ വരാത്തതുകൊണ്ടാണ് നമ്മുടെ സ്കിൻ ഡ്രൈ ആവുന്നത്. പിന്നെ നമ്മൾ ഡീഹൈഡ്രേഷൻ ആണ്, അതായത് പ്രോപ്പറായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഡീഹൈഡ്രേഷൻ കാരണമാണ് സ്കിൻ ഡ്രൈ ആവുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായല്ലോ, നന്നായിട്ട് വെള്ളം കുടിക്കാം. അതല്ല സെബേഷ്യസ് ഗ്ലാൻഡ് പണിയെടുക്കാൻ വയ്യാണ്ട് കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കായിട്ട് ഹൈഡ്രേഷൻ കൊടുക്കാന്നേ. അതായത് നിങ്ങൾ കുറച്ച് തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, ഈവൻ ദോ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, ജെൽ ടൈപ്പ് അല്ലാത്ത ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് നോൺ കോമഡോജനിക്കും സെലക്ട് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ മോയ്സ്ചറൈസേഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സെബേഷ്യസ് ഗ്ലാൻഡ് അറിയാം ഓക്കെ ആവശ്യത്തിലുള്ള ഹൈഡ്രേഷൻ ഉണ്ട്, ഞാനും കൂടെ കുറച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് മാറ്റി കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു വൈറ്റ് ഹെഡ് ബ്ലാക്ക് ഹെഡ്സ് ഡ്രൈ സ്കിൻകാർക്ക് വരുന്നത്, അതിന് റീസൺ എന്തെന്ന് വെച്ചാൽ സെബേഷ്യസ് ഗ്ലാൻഡിന് അറിയാം നമുക്ക് അത്ര അങ്ങോട്ട് ഓയിൽ കിട്ടുന്നില്ല, നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. അപ്പൊ ഇത് കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തുടങ്ങും. പക്ഷെ പണിയെടുക്കുമെങ്കിൽ ഈ പോസിൽ കൂടെ വേണ്ട ഓയിൽ പുറത്തോട്ട് വരെ ചിലപ്പോൾ നിങ്ങളുടെ പോസ് അത്ര ഓപ്പൺ ആവാത്തത് കൊണ്ട് നമ്മുടെ ഈ ഓയില് പിന്നെ അതിന്റെ കൂടെ ഡെഡ് സ്കിന്നും എല്ലാം കൂടെ വന്നിരുന്നിട്ട് അവിടെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരും. അപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നിലുള്ള വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും നാച്ചുറൽ ആയിട്ട് തന്നെ പോകും. പക്ഷെ ഓയിലി സ്കിൻകാർക്ക് അങ്ങനെ പോകത്തില്ല. കാരണം നിങ്ങൾക്ക് ഓയിൽനെസ്സും ഹൈഡ്രേഷന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ പോസിന്റെ അപ്പിയറൻസും സിറ്റുവേഷനും ഒക്കെ വലുതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പോസ് വരുന്നത്. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. ഡ്രൈ സ്കിൻകാർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുന്ന ആ ഒരു വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ചേഞ്ച് കിട്ടും. ഈ നോർമൽ സ്കിൻകാർ എന്ത് ഫേസ് വാഷ് യൂസ് ചെയ്യും, സോറി മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ എന്തായാലും വേണ്ടി നിങ്ങൾ മാക്സിമം ഓയിലി സ്കിൻകാർക്കുള്ള മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം കുറച്ചുകൂടെ ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടാണെങ്കിൽ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക. പക്ഷെ നോൺ കോമഡോജനിക്കും ആയിരിക്കണം. ഓവറായിട്ടുള്ള തിക്നെസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഓവറായിട്ട് ഓയിലി അല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഓയിലി ആയിട്ട് ഡള്ളാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി എത്ര പ്രാവശ്യം നമ്മൾ സ്കിന്നിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം? 2 പ്രാവശ്യം. നേരത്തെ പറഞ്ഞ പോലെ 2 പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ തവണ ദൈവത്തെ ഓർത്ത് മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിൻ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടുന്നില്ല. മോയ്സ്ചറൈസർ എത്ര 72 അവർ എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ ബേസിക്കലി ഒരു 6 to 12 അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 2 ഗ്യാപ്പിൽ മോയ്സ്ചറൈസേഷൻ സ്കിന്നിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നൊക്കെ റെക്കമെൻഡേഷൻ വേണമെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ വീഡിയോയിലോട്ട് ചെല്ലുക. അവിടെ ഇഷ്ടം കണക്ക് റെക്കമെൻഡേഷൻ. കാരണം റെക്കമെൻഡേഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ തന്നെ ഒരു സുഖം ഉണ്ടാവത്തില്ല, ഈ കത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഫീൽ ആവും. അപ്പൊ റെക്കമെൻഡേഷൻസ് അവിടെ തന്നെ ഉണ്ട്, അതൊന്ന് പോയി കാണുക. വേണമെങ്കിൽ ഞാൻ ഒക്കെങ്കിൽ കമന്റ് ബോക്സിൽ കുറച്ച് പിൻ ചെയ്യാൻ ശ്രമിക്കാം. എനിവേസ് അപ്പൊ അങ്ങനെയും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും പോകും, സ്കിന്നിന് ഹൈഡ്രേഷൻ കിട്ടും. ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് യൂസ് ചെയ്യുന്ന കാരണം നിങ്ങൾ ഓയിൽനെസ് കുറയും. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ആ ഡ്രൈനെസ്സും ക്രാക്നെസ്സും നിങ്ങൾക്ക് ഡ്രൈ സ്കിൻകാർ കുറച്ച് ഏജ് തോന്നിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അത് കാരണം കറക്റ്റ് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ആ ഏജ്നെസ് കുറയ്ക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നൈറ്റിൽ കിടക്കുമ്പോൾ നമ്മുടെ വാസിലൊന്ന് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേഷ്യൽ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ കിട്ടും. പക്ഷെ ഞാനത് ഇതിനകത്ത് കമ്പൽസറി ആയിട്ട് പറയത്തില്ല. കാരണം നിങ്ങൾ ബേസിക്കലി 3 സ്റ്റെപ്പ് റൊട്ടീനിൽ നിൽക്കല്ലേ, അത് മതി. അപ്പോൾ കൂടുതലോട്ട് ഞാൻ പറഞ്ഞ വയസ്സിനും ഓയിൽനെസ്സും ഒക്കെ മാറ്ററില്ല. കാരണം ബേസിക്കലി നമ്മളൊരു ബേസിക് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം ചെയ്താൽ പോയാൽ മതി. അപ്പോൾ നിങ്ങൾ ആ മോയ്സ്ചറൈസർ നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഇപ്പം സ്കിന്നിന് ഹൈഡ്രേഷൻ കിട്ടും. ഇനി നമുക്ക് തേർഡ് സ്റ്റെപ്പ് ഏതാണെന്ന്. തേർഡ് സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ വരുന്ന 95% ആയിട്ടുള്ള പ്രീമെച്ചുവർഡ് ഏജിങ്, അതായത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസ്, പ്രീമെച്ചുവർ ആയിട്ട് വരുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസിനും ഒക്കെ കാരണം സൺലൈറ്റ് ആണ്. സൺലൈറ്റ് ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ സൺലൈറ്റിലുള്ള UVA UVB എന്നൊക്കെ പറയുന്ന ലൈറ്റ് റേസിന് നമ്മുടെ സ്കിന്നിലുള്ള കൊളാജൻ, അതായത് നമ്മുടെ സ്കിന്നിൽ ബിൽഡ് ചെയ്ത് നിൽക്കുന്ന ബ്രിക്സിനെ നശിപ്പിക്കാനായിട്ട് കഴിവുണ്ടാവും.
ആ കഴിവ് കാരണം നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലാസ്മ, നിങ്ങളുടെ പിമ്പിൾ മാർക്സിന്റെ ഡാർക്ക്നെസ് കൂടുതൽ, ടാനിങ്, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ്, നിങ്ങളുടെ നാച്ചുറൽ കളർ പോവുക, സ്കിൻ ഡള്ളാവുക, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് നമ്മൾ സൺസ്ക്രീൻ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ ലൈക്ക് ഒരു ടോപ്പ് സീക്രട്ട് അല്ല, ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. നമ്മൾ കണ്ടിന്യൂസ് 2 years കറക്റ്റ് ആയിട്ട് നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കളർ മാറ്റാൻ പറ്റില്ല, പക്ഷേ സ്കിൻ നാച്ചുറൽ കളർ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്തുകൊണ്ട് സ്കിൻ കളർ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് ഒരു 98% വരെ. അത് കാരണം ടാനിങ്ങോ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷനോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ നാച്ചുറൽ കളർ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ഈ നാച്ചുറൽ കളറാണ് വരുന്നത് ഈ ടാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് സ്കിൻ ബ്രൈറ്റ് ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല, നാച്ചുറൽ കളറിന് ഒരിക്കലും ബ്രൈറ്റ് ആകത്തില്ല. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് സ്കിൻ ബ്രൈറ്റ്, കാരണം നാച്ചുറൽ കളർ അല്ലല്ലോ. നിങ്ങളുടെ സ്കിൻ ടാൻ ആയിട്ട് പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ കരുതി വലിച്ചിരിക്കുകയല്ലേ, അത് മാറും. പക്ഷെ നിങ്ങളുടെ നാച്ചുറൽ സ്കിൻ കളർ നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വന്തം കളറില്ലേ നല്ല തിളക്കത്തിൽ കിട്ടുകയും ചെയ്യും പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമ്മൾ എത്ര പ്രാവശ്യം സൺസ്ക്രീൻ യൂസ് ചെയ്യണം? മോയ്സ്ചറൈസർ 2 പ്രാവശ്യം, ഫേസ് വാഷ് മിനിമം 1 പ്രാവശ്യം, സൺസ്ക്രീൻ എത്ര പ്രാവശ്യം? സൺസ്ക്രീൻ നമ്മൾ മിനിമം 1 പ്രാവശ്യം അപ്ലൈ ചെയ്യാം മിനിമം. പക്ഷേ നിങ്ങൾ ഓവർ എക്സ്പോസ്ഡ് ആണ് സൺലൈറ്റിൽ, അതായത് പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണ്, അതായത് കറക്റ്റ് സൺലൈറ്റിൽ അണ്ടറിൽ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണ്, അതല്ലെങ്കിൽ ബിഗ് വിൻഡോസിന്റെ അണ്ടറിൽ ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് ബിഗ് വിൻഡോസിന്റെ അണ്ടറിൽ നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് സൺലൈറ്റിന്റെ അണ്ടറിലാണ് 2 hour ഗ്യാപ്പിൽ, അതല്ലെങ്കിൽ ബിഗ് വിൻഡോസിന്റെയും കണ്ടലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 to 4 hour ഗ്യാപ്പിൽ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ കൂടുതൽ ഇൻഡോർ ആണ് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി, റീ അപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. കാരണം അത്ര എക്സ്പോഷർ വരുന്നില്ല. അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗിൽ ഒരു 10 o'clock അല്ലെങ്കിൽ 8 o'clock 9 o'clock ഒക്കെ അപ്ലൈ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 o'clock റീ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ, സൺസ്ക്രീനകത്തുള്ള കുറെ ഫിൽറ്റേഴ്സ്, ആവോബെൻസീൻ, ഓക്സിമെൻസോൺ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ക്യാൻസർ ഉണ്ടാക്കും. പക്ഷെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ലിറ്ററലി നിങ്ങൾ സൺസ്ക്രീൻ എടുത്ത് തിന്നണം. നമ്മൾ സൺസ്ക്രീൻ തിന്നാൻ പോകുന്നില്ല, ഇല്ല, നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനേ പോകുന്നുള്ളൂ. അത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ കൂടെ കയറി വന്ന് ക്യാൻസർ ഉണ്ടാക്കുക എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. ബേസിക്കലി നിങ്ങൾ സൺസ്ക്രീൻ ദിവസവും ഇത്ര എമൗണ്ട് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാൻ പോകുന്നില്ല. പക്ഷെ പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ക്യാൻസർ വരാനുള്ള പ്രോബബിലിറ്റി കുറച്ച് കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ സൺറൈസിന്റെ പ്രശ്നം അതുകൊണ്ടാണ് ഒരുപാട് പേർക്കും, ഇന്ത്യയിലല്ല പുറം രാജ്യങ്ങളിൽ ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിൽ ഒരുപാട് പേർക്കും സ്കിൻ ക്യാൻസർ വരുന്നത് സൺ ഡാമേജ് കാരണമാണ്. ഇത് കാരണം അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോണേ എനിക്കറിയാം. പണ്ട് നമ്മുടെ അപ്പന്മാരെ കാലഘട്ടത്തിലൊന്നും ഈ സ്കിൻ ക്യാൻസർ സൺസ്ക്രീൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. നമ്മുടെ അപ്പന്മാരെ കാലഘട്ടത്തിൽ ഒരു ടൈപ്പ് ക്യാൻസറുകളും ഇല്ല, ഇത്രയും അസുഖങ്ങളില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയല്ല, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഇങ്ങനെയല്ല, നമ്മുടെ നേച്ചർ ഇങ്ങനെയല്ല, ഒന്നും ഇങ്ങനെയല്ല. ഫുൾ മൊത്തത്തിൽ മാറി. അതനുസരിച്ച് അസുഖങ്ങളും വരും. അപ്പൊ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ നമ്മളായിട്ട് വരുത്തി വെച്ചതാണ്. അപ്പൊ പിന്നെ നമ്മളായിട്ട് തന്നെ കഷ്ടപ്പെട്ടു. അതായത് മനുഷ്യന്മാരായിട്ടാണ് ഈ പ്രകൃതിയും അന്തരീക്ഷത്തിനെയൊക്കെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ നമുക്ക് തന്നെ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് തെറ്റില്ല. ഇനി നമ്മുടെ നാട്ടിൽ സൺസ്ക്രീൻ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല ട്രൈബ്സും അതല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കുറെ മാസ്കുകള് കേരളത്തിലോട്ട് അധികം വന്നിട്ടില്ല. ഈവൻ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഓരോരോ സാധനങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന നാച്ചുറൽ ആയിട്ട് കുറെ ഇടുന്ന കുറെ ലേപങ്ങൾ പോലും നമുക്ക് സൺ പ്രൊട്ടക്ഷൻ തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റഡീസിൽ. അത് മാത്രമല്ല, ഞാൻ പണ്ട് സൺസ്ക്രീനിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടുപിടിച്ചതാണ്. ബേസിക്കലി ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും, ഈ തായ്ലൻഡിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അവർ ഫേസിൽ ഒരു വെള്ള സാധനം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് സത്യത്തിൽ ടൈപ്പ് സൺ ക്രീമാണ്. അവര് ട്രഡീഷണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിൽ അത് അന്നത്തെ ട്രൈബ്സ് ഒക്കെ സൺ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പൊ സൺസ്ക്രീൻ ഒക്കെ പണ്ട് തൊട്ടുള്ള കാലത്തെ ട്രൈബ്സിന്റെ കാലത്ത് നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ കാലത്തൊക്കെ ഉണ്ട്. അതിപ്പോ ഒരു പേരിൽ വരുന്നു. പിന്നെ ടു ബി ഫ്രാങ്ക് കുറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. സൺസ്ക്രീൻ എന്ന് പറയുന്നത് പുഷ് ചെയ്യാനായിട്ട് കുറെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജി അവിടെ നിൽക്കട്ടെ. ബേസിക്കലി നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ സ്ട്രാറ്റജി പുള്ളി ചെയ്താലും അല്ലെങ്കിൽ സാധനം പുള്ളി ചെയ്താലും കാര്യമൊന്നും ഇല്ലല്ലോ. സൺസ്ക്രീൻ ആവശ്യമാണ്. നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാച്ചുറൽ സ്കിൻ ടാനിങ് ഒക്കെ മാറിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റ്നസ് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത് സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് എങ്ങനെ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം?
സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് മാത്രമല്ല സൺസ്ക്രീൻ സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമ്മുടെ സ്കിൻ അലർജീസ് നോക്കിയിട്ടും സൺസ്ക്രീൻ സെലക്ട് ചെയ്ത് നല്ലതാണ്. അതായത് ചില ആൾക്കാർക്ക് ചില ഫിൽറ്റേഴ്സ് അലർജി ഉണ്ടാക്കും. അതായത് നിങ്ങൾക്ക് ചില ഫിൽറ്റേഴ്സ് നിങ്ങളുടെ ഫേസിലോട്ട് ഇടുമ്പോൾ നിങ്ങൾ കറുക്കാൻ തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് സൺസ്ക്രീനകത്തുള്ള ഫിൽറ്റേഴ്സ്, ആവോബെൻസീൻ, ഓക്സിമെൻസോൺ, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, അങ്ങനെയൊക്കെ പറയുന്ന ഏത് സാധനമാണ് നിങ്ങളുടെ ഫിൽറ്റേഴ്സ് നോക്കിയിട്ട് ആ ഫിൽറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നതെങ്കിൽ അതില്ലാത്ത സൺസ്ക്രീനുകൾ മാർക്കറ്റ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യാം. അടുത്തതെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് എന്താ പറയുക സൺസ്ക്രീൻ ഇടുമ്പോൾ വിയർക്കാൻ തുടങ്ങും. അത് ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ട് അപ്പൊ തന്നെ പുറത്തോട്ട് ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് കെമിക്കൽ സൺസ്ക്രീനുകൾ, അതായത് കെമിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ, ഈ സൺസ്ക്രീൻ ഇട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. രണ്ട്, നിങ്ങൾ അതിന്റെ അടിയിൽ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ ഭയങ്കര തിക്കായിട്ടുള്ള മോയിസ്ചറൈസർ ആകുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് താങ്ങാൻ പറ്റത്തില്ല ഇത്ര ഹെവി പ്രൊഡക്ട്സ്. അപ്പൊ അത് ചൂടായിട്ട് പുറത്ത് കളയും. എനിക്കുണ്ടായിട്ടുണ്ട് ബയോട്ടിക്കിന്റെ അവർ പറയുന്ന ആ ഒരു സാൻഡ്ലൂഡ് സൺസ്ക്രീൻ നല്ല അന്തസ് പണിയുന്ന സാധനമാണ്. കാരണം പക്ഷെ ഞാൻ അതുപോലത്തെ തന്നെ അതിനേക്കാളും ചില പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും എനിക്ക് കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്ത പണിയൊന്നും കിട്ടാറില്ല. പക്ഷെ എവരുടെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് എനിക്ക് അപ്പം കിട്ടും. അതിന് കാര്യം എന്ന് വെച്ചാൽ അതിന് മുന്നേ ഞാൻ അവരുടെ മോയിസ്ചറൈസർ, മോർണിംഗ് നെച്ചറിന് മോയിസ്ചറൈസർ അങ്ങനെ സാധനം ഉണ്ട് അവരുടെ. ആ സാധനം ഈ സൺസ്ക്രീനും കൂടി ഇട്ടാൽ വിയർക്കും എന്നുള്ള കാര്യത്തിന് എങ്ങും പോകണ്ട, ഞാൻ തന്നെയാണ് എക്സാം. എനിവേസ് പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാറുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള രണ്ട് കോമ്പിനേഷനാണ് ഈ സൺസ്ക്രീൻ ഈ മോയിസ്ചറൈസറും. അതുകൊണ്ട് പറഞ്ഞാൽ എനിവേസ് അതുകൊണ്ട് അപ്പൊ ചിലപ്പോൾ നമുക്ക് കെമിക്കൽ സൺസ്ക്രീനോട് ഒരു അലർജി ഉണ്ടാവത്തില്ല, അല്ല വിയർപ്പ് ഉണ്ടാവില്ല. നമ്മൾ പ്രൊഡക്റ്റ് ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അലർജി ഉണ്ടാവുന്നത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾ മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് സൺസ്ക്രീൻ മാത്രം ഒന്ന് ഇട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ വിയർപ്പില്ലെങ്കിൽ വിയർപ്പ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഹെവി ആയിട്ടാണ് വിയർപ്പ് വരുന്നത്. അതല്ല അങ്ങനെ ഉണ്ടായിട്ടും നിങ്ങൾക്ക് വിയർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കെമിക്കൽ സൺസ്ക്രീൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ആണ് നല്ലത്. മൂന്നാമത് സൺസ്ക്രീൻ ഇടുമ്പോൾ ഡാർക്ക്നെസ് വരുന്നത്. ഒന്നുകിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് ഓയിലി ടൈപ്പ് സൺസ്ക്രീൻ ആണെങ്കിൽ, നിങ്ങളുടെ ഓയിലി സ്കിന്നോ ഓയിലി കോമ്പിനേഷൻ സ്കിന്നോ ആണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ചിലപ്പോൾ ഒരുപാട് ഓയിൽനെസ് കാരണം നമുക്ക് ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഇടുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വൈറ്റ് കാസ്റ്റ് കാരണം നമ്മുടെ സ്കിൻ കുറച്ച് ഒരു ഡാർക്ക് സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ഗ്രേഷ് അപ്പിയറൻസ് വരും. അത് നമുക്ക് ചിലപ്പോൾ ഡാർക്കായിട്ട് തോന്നും. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് പോലെയുള്ള ഫിൽറ്റേഴ്സ് ചില ആൾക്കാർക്ക് പറ്റില്ല. അപ്പൊ ആ ഫിൽറ്റേഴ്സ് കാരണം നിങ്ങൾക്ക് ഡാർക്ക്നെസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇപ്പം ആ കൺസേൺസിനെ പറ്റി പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മാക്സിമം മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് ജെൽ ബേസ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ, കംപ്ലീറ്റ്ലി ക്രീമി അല്ലാതെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. റെക്കമെൻഡേഷന് വേണ്ടി നമ്മുടെ സൺസ്ക്രീനിന്റെ വീഡിയോസ് കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള റൊട്ടീൻ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ഇതാണ് 3 സ്റ്റെപ്സ്. ബേസിക്കലി നിങ്ങൾ ദിവസവും ചെയ്യേണ്ട 3 സ്റ്റെപ്പിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി ടൈം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം കൊണ്ട് ചെയ്യേണ്ട റൊട്ടീൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ഒറ്റ സാധനം കൊണ്ട് അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു mid-20s ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് റെറ്റിനോൾ ആഡ് ചെയ്യാം. എന്തുകൊണ്ടാണ് ഞാൻ mid-20s റെറ്റിനോൾ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഓൾ ഇൻ വൺ പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ ഇത് മൈൽഡായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അത് കാരണം നമുക്ക് ആ ഒരു സ്കിന്നിനകത്ത് ഡെഡ് സ്കിൻ റിമൂവ് ആവും. രണ്ട്, ഈ എക്സ്ഫോളിയേഷൻ നടക്കുന്ന കാരണം നമ്മുടെ പോസ് എപ്പോഴും ക്ലെൻസ് ആയിട്ടിരിക്കും. അത് കാരണം നമുക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കുറയും. നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യും. അത് കാരണം നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ ഉണ്ടെങ്കിൽ മാറും. എക്സ്ഫോളിയേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ചെറിയ രീതിയിൽ ഇത് മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് കാരണം നമുക്ക് ഇനി വരാൻ പോകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇല്ലാണ്ടും ആവും. റെറ്റിനോളിൽ ഇപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ റെറ്റിനോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ സിറം യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇനി എനിക്കറിയാം ടീനേജേഴ്സ് ആണെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ 25 ഏജ് താഴോട്ടാണെങ്കിൽ നിങ്ങൾ മാക്സിമം റെറ്റിനോൾ സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കിപ്പോൾ 3 സ്റ്റെപ്പ് നിൽക്കുക, പ്രത്യേകിച്ച് 100 സാധനങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ 3 സ്റ്റെപ്പ് നിന്നിട്ട് ഒരു 25 ഒക്കെ ആകുമ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് റെറ്റിനോൾ ഇപ്പോഴേ യൂസ് ചെയ്ത് തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുക. തുടങ്ങാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പായിട്ട് ഏത് റെറ്റിനോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. റെറ്റിനോൾ തന്നെ യൂസ് ചെയ്യണം ഇല്ല. അപ്പൊ റെറ്റിനോളിന്റെ കാര്യം മനസ്സിലായാലും 25 എബോ ആണെങ്കിൽ നിങ്ങൾ വീക്കിലി ഒരു 3 ടൈംസ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി എന്തുകൊണ്ട് വീക്കിലി 3 ടൈംസ് യൂസ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് അത്ര മതി റെറ്റിനോളിന്റെ ആവശ്യം. അത് ഒരുപാട് അപ്ലൈ ചെയ്യണമെന്നില്ല. ഒരു പീ സൈസ് എമൗണ്ട് ഇത്ര റെറ്റിനോൾ മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. കണ്ടിന്യൂസ് 3 ഡേയ്സ് യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾ ആൾട്ടർനേറ്റീവ് ഒരു വീക്കിൽ 3 ഡേയ്സ് മാത്രമേ യൂസ് ചെയ്താൽ മതി. ഈ റെറ്റിനോൾ എപ്പോഴും നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, മോർണിംഗിൽ യൂസ് ചെയ്യാൻ പാടില്ല.
അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് മോർണിംഗിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറയില്ല റെറ്റിനോളിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ്. അപ്പൊ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് നമ്മൾ മോർണിംഗിൽ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിൻ ടാൻ ആവും. കാരണം നമ്മൾ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്തേക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടാൻ ആവാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അത് ഉണ്ടാവാതിരിക്കാനാണ് ഈ നൈറ്റ്ലി യൂസ് ചെയ്യാൻ പറയുന്നത്. യൂസ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ പിറ്റേന്ന് മോർണിംഗിൽ സ്കിപ്പ് ചെയ്യാനും പാടില്ല. സ്കിപ്പ് ചെയ്തില്ല, കാരണം ഓൾറെഡി നമ്മുടെ റുട്ടീനിൽ സൺസ്ക്രീൻ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാനൊന്നും പോണില്ല. പക്ഷെ മറന്നു പോലും പോകാതെ മാക്സിമം സൺസ്ക്രീൻ റീഅപ്ലിക്കേഷൻ ചെയ്യുക. റെറ്റിനോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വീക്കിലി 3 times മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഒരു ലേസി സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. കാരണം എനിക്കറിയാം ആണുങ്ങളായാലും ചിലപ്പോൾ സ്ത്രീകൾ പെണ്ണുങ്ങളായാൽ തന്നെ നമുക്ക് 100 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഒരു എന്തെങ്കിലും ഒരു 2 കാര്യങ്ങൾ. അപ്പൊ കുളിക്കുന്ന സമയത്തൊന്ന് ഫേസ് വാഷ് ചെയ്യുക, പുറത്തിറങ്ങുമ്പോൾ ഒരു മോയ്സ്ചറൈസർ സൺസ്ക്രീൻ തീർന്നു. നൈറ്റിൽ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ മാത്രം ഇട്ടാലും മതി. കാരണം അത്യാവശ്യം സ്കിന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താൽ നമ്മുടെ സ്കിൻ നന്നായി തരും. പക്ഷെ ഒരു 2-3 മാസം കൊണ്ട് നമുക്ക് സ്കിൻ നല്ല റിസൾട്ട് നല്ല റിസൾട്ട് അല്ല, ഞാൻ ഇങ്ങനെ ഈ സ്കിൻ കെയർ റുട്ടീൻ റിസൾട്ട് എന്ന് പറയത്തില്ല, നിങ്ങൾക്ക് നല്ല ചേഞ്ച് കാണുമെന്ന് ചോദിച്ചാൽ ബേസിക്കലി ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ഒന്നും കാണാൻ പോകില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ സ്കിന്നിന് വരുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ ഒരു 3 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, പ്ലീസ് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പ്ലീസ് പറയാം, കാരണം എനിക്ക് സ്കിൻ കെയർ മറ്റുള്ളവർ ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് എന്താണെന്ന് കമന്റ് ബോക്സിൽ പറയാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കാര്യം പറയാം. നമുക്ക് ട്യൂസ്ഡേയുടെ Q&A സെക്ഷനിൽ അത് തീർക്കാവുന്നതാണ്. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടല്ലേ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നവർ. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.